അഡ്രസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 250 ml കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇടുന്നുണ്ട്. അരിപ്പൊടി വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ വീട്ടിൽ പൊടിച്ച അരിപ്പൊടിയാണ്, വറുക്കാത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾ ഏതായാലും കുഴപ്പമില്ല, അളവുകളും അല്പം ചേഞ്ച് ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 2 നല്ല പഴുത്ത റോബസ്റ്റ പഴമാണ് മിക്സിയിൽ അരച്ചിടാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് പഴം ഉണ്ടെങ്കിലും ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദിവസം, ഒരു 10 ദിവസമൊക്കെ വച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ പഴം ഇടേണ്ട ആവശ്യമില്ല. 2-3 ദിവസത്തിൽ കഴിയുമെങ്കിൽ മാത്രം പഴം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പഴം ഇടണ്ട. ഇപ്പോൾ പഴം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പിടാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നിങ്ങൾ പഴം വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഞാൻ ഇത് ഇപ്പോൾ ശർക്കര പാനിയാക്കി വെച്ചിരിക്കുകയാണ്. തിക്കാകേണ്ട ആവശ്യമില്ല, ചുമ്മാ അതായത് നമുക്കിത് കല്ല് മണ്ണുണ്ടെങ്കിൽ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. മെൽറ്റായിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഒരു 1/2 കപ്പ് ശർക്കര നിങ്ങൾ മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കുക. 1 കപ്പ് വേണമെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്ത് വയ്ക്കുക, പക്ഷേ എല്ലാം ഒഴിക്കേണ്ട. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് നമുക്കിത് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു 1/4 കപ്പ് ശർക്കര ഒഴിച്ചിട്ടുണ്ട്. നല്ല തിക്കാണ്, ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. നമുക്ക് ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് ലൂസാക്കാം. നിങ്ങൾക്ക് ശർക്കര വേണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര എടുക്കാം. പഴം മിക്സ് ചെയ്യുമ്പോൾ പഴം മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ ഇട്ട് അടിച്ചെടുത്താൽ മതിയാകും. ഞാൻ ഇപ്പോൾ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, കുറച്ചുകൂടെ ഹെൽത്തി ആകാൻ വേണ്ടിയിട്ട്. ശർക്കരയെക്കാളും കരിപ്പട്ടി എടുക്കുകയാണെങ്കിൽ വളരെ സ്വാദായിരിക്കും. ഞാൻ ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അത് പറയുമ്പോൾ അതിനേക്കാളും ഒരു ശകലം കൂടെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഇതിപ്പോൾ സെറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ നമുക്കിത് തിക്കാകും. നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം, പക്ഷെ ഞാൻ ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കാൻ പോവാണ്. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വഴറ്റിയതാണ് ഞാൻ ഇടാൻ പോവാണ്. ആ നെയ്യോടുകൂടെ തന്നെ നമുക്കിതിലിടാം. എനിക്ക് ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് ചുക്കുപൊടി അല്ലെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ഇടുക. ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഉപ്പ് മധുരം എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് സെറ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു 1/2 hour മാത്രം നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പക്ഷേ ഞാൻ ഇപ്പോൾ രാവിലെയാണ് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഞാൻ ഈവനിങ് ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കുറേ സമയം കൂടുതൽ നിങ്ങൾ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ല സെറ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആവശ്യമോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെക്കാം, ഉണ്ടാക്കുമ്പോൾ കാണിക്കാം. ഇതിപ്പോൾ ലൂസായിരിക്കണം നിങ്ങൾ വിചാരിക്കേണ്ട. നമുക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ കുറച്ചുകൂടി തിക്കായിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഈ കൺസിസ്റ്റൻസി മാത്രം നിങ്ങൾ എടുത്താൽ മതി. അതിനേക്കാളും തിക്കാക്കണ്ട. പിന്നീട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരരുത്, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസിലാണ് ഇരിക്കുന്നത്. ഇത്രയും ഇതിലെടുക്കുക. ഞാനിപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മിക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ 11 o'clock ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഒരു 4 ആയി. ഇപ്പോൾ 5 hours ആയി. ഇപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നോക്കുന്നുണ്ട്, നേരത്തെ കാലം കുറച്ചുകൂടെ തിക്കായിരിക്കണം, കാണുന്നുണ്ടല്ലോ. അതായത് നമുക്ക് വയ്ക്കണതെക്കാളും ഇത് സെറ്റായി വരുമ്പോൾ കുറച്ചുകൂടെ തിക്കാകും. അപ്പോൾ എനിക്ക് ഇഡലി മാവിൻ്റെ ബാറ്ററിൻ്റെ ഒരു തിക്നെസ് ഉണ്ട്. നമുക്കിനി ഇത് ചൂടായ ഓയിലിലേക്ക് ഒഴിക്കാം. നിങ്ങൾക്ക് ഉടനെ വേണമെങ്കിൽ ഉടനെ ഉണ്ടാക്കാം. എനിക്കിപ്പോൾ സമയം കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ ഈവനിങ് ചായ ഉണ്ടാക്കുമ്പോഴാണ് എടുക്കുന്നത്. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 1 സ്പൂൺ എടുത്ത് ഒഴിക്കുകയാണ്. ഓയിൽ നല്ല ചൂടായിരിക്കരുത്, അതുപോലെ ചൂട് കുറവായിട്ട് ഇരിക്കരുത്. നല്ല ചൂടാണെങ്കിൽ ഒഴിച്ച് അപ്പം തന്നെ അത് കരിഞ്ഞു പോകും, അകത്ത് വേഗത്തില്ല. അതുകൊണ്ട് മിനിമം കറക്റ്റായിട്ട് ചൂടായിട്ടിരിക്കുക. ഇത് മുകളിൽ പൊന്തി വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് തിരിച്ചിടാൻ പാടുള്ളൂ. ഉടനെ തിരിച്ചിടാൻ പാടില്ല. കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം മുകളിലൂടെ. നിങ്ങളിങ്ങനെ നെയ്യപ്പമായിട്ട് ഉണ്ടാക്കണേ നമുക്ക് കുഴിപ്പണിയാർ അപ്പച്ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കാം. മറ്റേ കുഴിയപ്പത്തിൻ്റെ ചട്ടിയിലും ഉണ്ണിയപ്പച്ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഇത്രയും ഓയിൽ ഒഴിക്കണ്ട, കുറച്ച് ഓയിലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് നെയ്യപ്പമായിട്ട് ഉണ്ടാക്കണോണ്ടാണ് ഇങ്ങനെ. അപ്പോൾ സെയിം മിക്സർ തന്നെ നിങ്ങൾ ഉണ്ണിയപ്പച്ചട്ടിയിലും ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഇതിന് തിരിച്ചിടുകയാണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് അല്പം കുക്കായിട്ടേ തിരിച്ചിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നടുക്കുന്ന് പൊട്ടി വരും. അത് മാത്രമല്ല അത് സെൻറ്ററിൽ വേകാതിരിക്കും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വെന്ത് കിട്ടും. നമുക്കിനി എല്ലാം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതെടുത്തിട്ട് നെക്സ്റ്റ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, നല്ല സോഫ്റ്റാണ്. കണ്ടോ, നല്ല ചൂടാണ്. നമുക്ക് നിങ്ങൾ എടുത്ത വഴിക്ക് തന്നെ ഇത് ടിഷ്യൂ പേപ്പറിൽ വെക്കാതെ ഇങ്ങനെ ദോശക്കല്ലിൽ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ദോശ തവയിലിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടിഷ്യൂ പേപ്പറിൽ വെക്കുക. അപ്പോൾ ഓയിലൊക്കെ അത് പോയിരിക്കും. നല്ല സോഫ്റ്റായ കാണുന്നുണ്ടല്ലോ,
നിങ്ങൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ വേണമെങ്കിൽ അതിൽ വെച്ചെടുക്കാം. ഞാൻ എല്ലാം ഇതുപോലെ ഉണ്ടാക്കി കാണിക്കാം. നടുക്കൊന്ന് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ അകത്തൊക്കെ നല്ലപോലെ കുക്കാകും. ഉടനെ തിരിച്ചിടണ്ട, കുറച്ചുകൂടെ ഒന്ന് പൊന്തി വന്നിട്ട് വേണം തിരിച്ചിടാൻ. നിങ്ങളങ്ങനെ ഡയറക്റ്റായിട്ട് ചുമ്മാ ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ, എടുത്തിങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ അത് ഉണ്ടയായി പോകും. അത് കുറച്ചൊന്ന് ചുറ്റി ഒഴിക്കുകയാണെങ്കിൽ, നല്ല ചുറ്റി വേണ്ട, ലൈറ്റായിട്ടൊന്ന് ചുറ്റിച്ചൊഴിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഇപ്പോൾ ഇങ്ങനെ ബോൾ പോലെ വരും. കണ്ണുണ്ട്. നമുക്ക് തിരിച്ചിടാം. ഇത് ഫ്ലെയിം നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഹൈയിലാക്കരുത്. ഹൈ ലോ അങ്ങനെ ആക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വരും. നിങ്ങൾക്ക് ഇതുപോലെ കളർ ചേഞ്ചായി അകത്ത് ഇൻസൈഡ് നല്ലപോലെ കുക്കായി സോഫ്റ്റായിട്ട് വരും, അല്ലെങ്കിൽ ഹാർഡായി പോവും. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ നെയ്യപ്പം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എളുപ്പത്തിലുണ്ടാക്കാം. നല്ല സോഫ്റ്റും ആണ്. കാണുന്നുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അകത്തെല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട്. നിങ്ങൾ ഫ്ലെയിം കറക്റ്റ് ചെയ്ത് വയ്ക്കുക. അതായത് ഹൈയിലും വയ്ക്കരുത്, ലോയിലും വയ്ക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ തന്നെ കറക്റ്റ് ആകും. അതുപോലെ അരിപ്പൊടിക്ക് പകരം നിങ്ങൾ റവ വേണമെങ്കിൽ എടുക്കാം. റവ എടുക്കണതായിരുന്നു. ഇപ്പം ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയും എടുത്ത്, അതിന് പകരം നിങ്ങൾ 1 കപ്പ് ഗോതമ്പ് പൊടിയും ഒരു 1/4 കപ്പ് റവയും എടുത്താൽ മതിയാകും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്